പദാർത്ഥ ലോകത്തെ തന്നെ നിരസിച്ച ഒരു തത്വചിന്തകനെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. നാം അനുഭവിക്കുന്നതെല്ലാം എന്താണ്? നമ്മുടെ അനുഭവമാണ്, പദാർത്ഥത്തെയല്ല. നമുക്കൊരിക്കലും നാം അനുഭവിക്കുന്ന പദാർത്ഥത്തെയാണ് എന്ന് തെളിയിക്കുക എൻ്റെ പ്രസംഗപീഠത്തിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനത്തെ മാത്രം മതി എനിക്ക് ബെർക്കിലി പറഞ്ഞ വാദങ്ങൾ തെറ്റായിരുന്നു എന്ന് തെളിയിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല, കാരണം അതത്ര സിമ്പിളും അല്ല. കാരണം ആധുനിക തത്വചിന്തയുടെ കഥ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം റാഷണലിസത്തെക്കുറിച്ച് സംസാരിച്ചു, എംപിരിസിസത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത് രണ്ട് പ്രധാനപ്പെട്ട സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് എന്ന് പറഞ്ഞു. അതിൽ എംപിരിസിസം എന്നാൽ അറിവിൻ്റെ ഉത്ഭവം പഞ്ചേന്ദ്രിയങ്ങളിലാണ്. ഭൗതിക വസ്തുക്കൾ പഞ്ചേന്ദ്രിയങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് എംപിരിസിസ്റ്റുകൾ പറയുന്നത് എന്നും നാം പറയുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് എംപിരിസിസ്റ്റുകൾ പദാർത്ഥ ലോകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്ന് വരുന്നുണ്ട്. കാരണം ഈ ഒരു പദാർത്ഥ ലോകത്തിൽ നിന്നാണല്ലോ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അറിവ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പദാർത്ഥ ലോകത്തിന്, മെറ്റീരിയൽ വേൾഡിന്, മെറ്റീരിയലിസത്തിന് തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് എംപിരിസിസം എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട്. എന്നാൽ എംപിരിസിസത്തെ അതിൻ്റെ സ്വാഭാവികമായ ഒരു പരിണിതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പദാർത്ഥ ലോകത്തെ തന്നെ നിരസിച്ച, മെറ്റീരിയൽ വേൾഡിനെ തന്നെ നിരസിച്ച ഒരു തത്വചിന്തകനെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ബെർക്കിലി. ബെർക്കിലി ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു. ഐഡിയലിസം എന്നാൽ ആശയവാദത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാൾ. ഭൗതികമായ പദാർത്ഥ ലോകം ഇല്ല എന്നും മറിച്ച് മൈൻഡ് മാത്രമേ ഉള്ളൂ, ആശയങ്ങൾ മാത്രമേ ഉള്ളൂ, മാനസികമായ ലോകം മാത്രമേ ഉള്ളൂ എന്ന് കരുതിയ ഒരു അബ്സല്യൂട്ട് ഐഡിയലിസ്റ്റ് ആയിരുന്നു ബെർക്കിലി. അത് ഈ ഒരു ആശയം എങ്ങനെയാണ് പദാർത്ഥ ലോകം ഇല്ലാതിരിക്കുക, അല്ലേ? മാറ്റർ, മെറ്റീരിയൽ വേൾഡ്, നമുക്ക് ചുറ്റുമെല്ലാമുള്ള ഈ ഒരു മെറ്റീരിയൽ വേൾഡ് എങ്ങനെയാണ് ഇല്ലാതിരിക്കുക എന്ന് നാം ഒരുപക്ഷെ അമ്പരന്ന് പോകും. അല്ലെങ്കിൽ അങ്ങനെ വാദിക്കാൻ ഒരാൾക്ക് എങ്ങനെയാണ് കഴിയുക എന്ന് നാം ചോദിക്കും. ഇതൊരു വിചിത്രമായ വാദമാണ്, അല്ലെങ്കിൽ ഭ്രാന്തമായൊരാശയമാണ് എന്നൊക്കെ നാം വിചാരിക്കും. എന്നാൽ എന്താണ് ബെർക്കിലി ഇങ്ങനെ വാദിക്കാൻ കാരണം? അദ്ദേഹത്തിന് അതിന് യുക്തിപരമായ കാരണങ്ങളുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. പലരും ബെർക്കിലിയുടെ ആശയങ്ങളെ അതിനോട് സംവദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നാണ് എന്ന് വിശ്വസിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു പ്രസിദ്ധനായ തത്വചിന്തകൻ ബെർക്കിലിയുടെ ആശയവാദത്തിനെ തള്ളിക്കളയാൻ വേണ്ടി ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പ്രസംഗപീഠത്തിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറയുകയുണ്ടായി, ഞാനിങ്ങനെ പ്രസംഗപീഠത്തിൽ തട്ടുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നുണ്ടല്ലോ, അത് തന്നെ മതി പദാർത്ഥ ലോകമില്ല എന്നുള്ള ബെർക്കിലിയുടെ കേവലം വിചിത്രമായ ആശയത്തെ തള്ളിക്കളയാൻ എന്ന അർത്ഥത്തിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട്. അതായത് അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാവുന്ന ഒന്നാണോ ബെർക്കിലിയുടെ ആശയം? നമുക്ക് നോക്കാം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം നേരത്തെ ഡെക്കാർത്തിനെ കുറിച്ച് സംസാരിച്ചു, അതിനുശേഷം ജോൺ ലോക്കയെക്കുറിച്ച് സംസാരിച്ചു. ഒരാളെ നാം റാഷണലിസത്തിൻ്റെ പ്രതിനിധിയായും മറ്റൊരാളെ എംപിരിസിസത്തിൻ്റെ പ്രതിനിധിയായുമാണ് പരിചയപ്പെട്ടത്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും മെറ്റാഫിസിക്കലായ ആശയങ്ങൾ സമാനമാണ് എന്നും നാം പറഞ്ഞു. അവ രണ്ടും ഡ്യുവലിസത്തിൽ അധിഷ്ഠിതമാണ്, അല്ലേ? ഡ്യുവലിസം എന്ന ഒരാശയത്തെക്കുറിച്ച്, മെറ്റാഫിസിക്കലായ ആശയത്തെക്കുറിച്ചും നാം പറഞ്ഞു. അതായത് മൈൻഡ്, മാറ്റർ എന്നിങ്ങനെ രണ്ട് വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ കൊണ്ടാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായ ലോകത്തിൻ്റെ ഉണ്മ എന്ന് പറയുന്നത് ഈ രണ്ട് അടിസ്ഥാന പദാർത്ഥങ്ങളിലേക്ക്, അല്ലെങ്കിൽ അടിസ്ഥാന വസ്തുക്കളിലേക്ക്, അവയുടെ ഉണ്മയിലേക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും എന്നതാണ് ഇവർ രണ്ടുപേരും പറഞ്ഞ മെറ്റാഫിസിക്കൽ ആശയങ്ങളുടെ ഒരു സാമ്യത എന്ന് നമുക്ക് പറയാം. അതായത് നമുക്കൊരു ആശയതലമുണ്ട്, മൈൻഡുണ്ട്, മാനസിക ലോകമുണ്ട്, മാറ്റർ അഥവാ പദാർത്ഥ ലോകമുണ്ട്.
ഇങ്ങനെ ഒരു രണ്ട് ലോകത്തെക്കുറിച്ച്, മൈൻഡ് മാറ്റർ എന്നുള്ള രണ്ട് ലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അവ എങ്ങനെയാണ് സംവദിക്കുന്നത് എന്ന ആശയം, അല്ലെ? മൈൻഡും മാറ്ററും തമ്മിൽ പരസ്പരം സംവദിക്കുന്നുണ്ട്. അപ്പോൾ അവ എങ്ങനെയാണ് സംവദിക്കുക? ഈ ഒരു ആശയത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ക്രിട്ടിക്കലായിട്ട് സമീപിച്ചുകൊണ്ടാണ് ബെർക്ക്ലി തൻ്റെ ഐഡിയലിസത്തെ സ്ഥാപിക്കുന്നത് എന്ന് കാണാം. അദ്ദേഹം പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ പറയുകയാണ്. ഒന്ന്, ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാനസിക ലോകവും ഭൗതിക പദാർത്ഥവും തമ്മിൽ സമ്പർക്കത്തിലേർപ്പെടുക? അതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു, നാം പറയുകയാണ്, നമ്മളൊരു ഒരു വസ്തുവിനെ, ഉദാഹരണത്തിന് നമ്മളൊരു കസേര എന്നുള്ളൊരു ഭൗതിക പദാർത്ഥത്തിനെ എടുക്കുന്നു, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കസേര എന്നൊരു ആശയം നമ്മുടെ മനസ്സിലുണ്ട്. പൊതുവെ ഈ ഡ്യുവലിസ്റ്റ് ആശയങ്ങൾ, ഡ്യുവലിസം ഒരു മെറ്റാഫിസിക്കൽ വേൾഡ് വ്യൂ ആയിട്ട് സ്വീകരിച്ചവർ പല രീതിയിൽ പറയാറുണ്ട്. ഒന്ന്, അവർ പറയുന്നത് ഈ മനസ്സിലുള്ള കസേര എന്ന ആശയം ഭൗതിക പദാർത്ഥത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് എന്ന് പറയും, അല്ലേ? അതിൻ്റെ ഒരു പ്രതിനിധീകരണമാണ്. ഞാൻ ഭൗതികമായൊരു കസേര കാണുമ്പോൾ ആ കസേരയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് എൻ്റെ മനസ്സിലുള്ള കസേര എന്ന ആശയം. അപ്പോൾ ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ റെപ്രസെൻറ്റേഷനാണ് എന്ന് പറയണമെങ്കിൽ അവ തമ്മിൽ ഒരു സാമ്യമുണ്ടാവണം. ഇതാണ് ബെർക്ക്ലി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ബെർക്ക്ലി ഇവിടെ മനസ്സും പദാർത്ഥവും തമ്മിലുള്ള ഇടപെടലിനെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, പദാർത്ഥ ലോകത്ത് നാം കാണുന്ന ഒരു വസ്തുവും അതിൻ്റെ ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ന് നാം പറയുമ്പോൾ ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു സാദൃശ്യം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തുള്ള കസേരയും നമ്മുടെ മനസ്സിലുണ്ട് എന്ന് പറയുന്ന ആശയവും തമ്മിൽ ഏത് തരത്തിലുള്ള സാമ്യതയാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് ചിന്തിച്ച് നോക്കുക. ആ കസേരയ്ക്ക് നീളമുണ്ട്, വീതിയുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള കസേര എന്ന ആശയത്തിന് നീളമോ വീതിയോ അങ്ങനെയൊന്നുമില്ല, അല്ലേ? ആ ഭൗതികമായ ഒരു കസേരയിൽ ഒരാൾക്ക് ഇരിക്കാൻ സാധിക്കും, എന്നാൽ എൻ്റെ മനസ്സിലുള്ള കസേര എന്ന ആശയത്തിൽ ഒരാൾക്ക് ഇരിക്കാൻ സാധിക്കില്ല. അതായത് ഏതൊരു അളവുകോല് വെച്ച് നമ്മൾ നോക്കിയാലും ഈ ഭൗതികമായ പദാർത്ഥവും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് ഡ്യുവലിസത്തിൻ്റെ ആശയക്കാർ വാദിക്കുന്ന മെൻ്റൽ ആശയവും തമ്മിൽ യാതൊരു വിധത്തിലും സാമ്യത ഇല്ല. അങ്ങനെ സാമ്യത ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഭൗതിക പദാർത്ഥത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയുക എന്നതാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം. അതായത് ഇത് രണ്ടും തമ്മിൽ നാം ഉണ്ട് എന്ന് പറയുന്ന സാമ്യത ഒന്നും മറ്റൊന്നിൻ്റെ റെപ്രസെൻറ്റേഷനാണ് എന്ന് പറയുന്ന നമ്മുടെ വാദം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ബെർക്ക്ലി മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ ആശയം. മനസ്സും പദാർത്ഥ ലോകവും തമ്മിൽ സമ്പർക്കം സാധ്യമാണ്, അവ തമ്മിൽ ഇടപെടുന്നുണ്ട് എന്ന വാദത്തിന് എതിരായിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ ആശയം ഇതാണ്. രണ്ടാമതായി അദ്ദേഹം ചോദിക്കുന്നു, ഒന്ന്, നമ്മുടെ മനസ്സിൽ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോസൽ എഫക്റ്റ് ഭൗതിക ലോകത്തുണ്ട് എന്നാണ് നാം വിശ്വസിക്കുക. അതായത് ഞാൻ എൻ്റെ കൈ ഇപ്പോൾ ഇങ്ങനെ ഉയർത്തണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഉയർത്തണമെന്ന് വിചാരിക്കുമ്പോൾ അതിനുശേഷം ഞാൻ കൈ ഉയർത്തുന്നു, അല്ലേ? അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയ ഒരു ആശയം അത് കാരണമാണ് ഞാൻ കൈ ഉയർത്തുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് എൻ്റെ മനസ്സിൽ ഞാൻ ഒരു കാര്യം വിചാരിക്കുന്നു, അത് കാരണമായിക്കൊണ്ട് ഭൗതിക ലോകത്തിലൊന്ന് സംഭവിക്കുന്നു. ഇതേപോലെ തന്നെ ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ മാനസികമായ തലത്തിലും അനുരണനങ്ങൾ ഉണ്ടാക്കുക സാധ്യമാണ്. ഇതാണ് അങ്ങനെ പരസ്പരം മാനസിക ലോകവും ഭൗതിക ലോകവും തമ്മിൽ കാര്യകാരണ ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു റിലേഷൻ ഉണ്ട് എന്ന് ഡ്യുവലിസ്റ്റുകൾ വാദിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവ തമ്മിലൊരു ഇൻട്രാക്ഷൻ സാധ്യമാവുക എന്നാണ് ബെർക്ക്ലി ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബില്യാർഡ്സ് ടേബിളിലെ രണ്ട് ഗോളങ്ങൾ തമ്മിൽ ഒരു ഗോളം മറ്റൊരു ഗോളത്തിൽ പോയി ഇടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പന്ത് മറ്റൊരു പന്തിൽ പോയി ഇടിച്ചിട്ട് രണ്ടാമത്തെ പന്ത് മുന്നോട്ട് നീങ്ങുന്നു. ഇവിടെ നമുക്ക് കാര്യകാരണ ബന്ധങ്ങൾ അറിയാം. ഒരു ഭൗതിക പദാർത്ഥം മറ്റൊരു ഭൗതിക പദാർത്ഥത്തിൽ ഇടിച്ചു, അതിനുശേഷം രണ്ടാമത്തെ പദാർത്ഥം സഞ്ചരിക്കുന്നു. അപ്പോൾ പരസ്പരം അവ തമ്മിൽ ഇടപെടുന്നുണ്ട്.
ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ്. അതിൽ നിന്നാണ് നമ്മൾ ആ കോസാലിറ്റി എന്ന് പറയുന്ന സംഭവം മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് മനസ്സിലുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് കോണ്ടാക്ട് സംഭവിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, അല്ലേ? ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ അനക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരു ആശയം, ഓക്കെ, അത് ആ ആശയം മേ ബി നമുക്ക് പറയാം അതൊരു അല്ലെങ്കിൽ ഞാൻ കൈ മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെല്ലിൽ ന്യൂറോൺസ് ഇങ്ങനെ ഒക്കെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആശയവും ആ ഒരു ബ്രെയിൻ സെൽസിൽ അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ സ്വാഭാവികമായ ചലനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പ്രതലം, അത് നമുക്കൊരിക്കലും എന്താണ് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, നമുക്കതിന് ഭാവന പോലും ചെയ്യാൻ കഴിയില്ല, അല്ലേ? ഉദാഹരണത്തിന് ഞാനൊരു കസേര കാണുന്നു, ആ കസേരയുടെ പ്രതിബിംബം എൻ്റെ കണ്ണുകളിൽ പതിക്കുന്നു. ആ പ്രതിബിംബം അതിനുശേഷം എൻ്റെ തലച്ചോറിലേക്ക് പോയി എന്താണ് അത് ബ്രെയിനിൽ ചില സവിശേഷമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിനപ്പുറം അതൊരു ആശയതലത്തിലേക്ക് മാറുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഭൗതികമായ എന്താണ് ഒരു ബന്ധവുമില്ലാത്ത കേവലം ആശയമായി അത് മാറുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം അത് ഏതെങ്കിലും ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സന്ദർഭം നമുക്ക് ചിന്തിക്കുക സാധ്യമല്ല. നമ്മൾ എത്ര എന്താണ് ഭൗതിക പദാർത്ഥങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും, അല്ല, ഈ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പ്രതലത്തെ ഏതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് പോകുന്നു, അതിനുശേഷം മനസ്സിൽ നിന്ന് ഇമേജ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നു, നമ്മുടെ ബ്രെയിനിൽ ചില എന്താണ് ന്യൂറോൺസിൻ്റെ സവിശേഷമായ മാറ്റങ്ങൾ കാരണമാകുന്നു എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും അതിനപ്പുറം അത് നമ്മൾ വിച്ഛേദിച്ച് പിന്നെയും പോയാലും ഒരു പർട്ടിക്കുലർ സന്ദർഭത്തിൽ അതൊരു ഭൗതിക വസ്തുവിൽ നിന്ന് ഒരു മാനസിക വസ്തുവിലേക്ക് മാറുന്ന ആ സന്ദർഭത്തെ, അല്ലേ, അവിടെ ഒരു കോണ്ടാക്ട് നമുക്കൊരിക്കലും ചിന്തിച്ചെടുക്കുക, ഭാവന ചെയ്തെടുക്കുക സാധ്യമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അത് തമ്മിൽ ഒരു കോണ്ടാക്ട് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതായത് ജോൺ ലോക്കെയൊക്കെ പറഞ്ഞത് ഒരു എല്ലാ വസ്തുക്കൾക്കും പ്രൈമറി ക്വാളിറ്റീസും സെക്കൻഡറി ക്വാളിറ്റീസും ഉണ്ട്, അല്ലെ? ഒരു ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ അതിൻ്റെ തൂക്കവും അതിൻ്റെ സൈസും ഒക്കെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രൈമറി ക്വാളിറ്റീസ്, അല്ല അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതൊക്കെയാണ് അതിൻ്റെ പ്രൈമറി ക്വാളിറ്റീസ്. മറിച്ച് അതിൻ്റെ നിറം, അതിൻ്റെ രുചി മുതലായവ അതിൻ്റെ സെക്കൻഡറി ക്വാളിറ്റീസാണ്. അത് നമ്മുടെ സെൻസ് പെർസെപ്ഷൻസ് അതിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ്, അല്ലേ? ആ ഒരു ചുവന്ന കളർ എന്ന് പറയുന്നത് നമ്മുടെ സെൻസസിന് അങ്ങനെ തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചുവപ്പ് കളറ് അതിലുണ്ടോ എന്ന് നമുക്കറിയില്ല എന്നാണ് ജോൺ ലോക്കെ പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ബെർക്കിലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ പറയുന്ന പ്രൈമറി ക്വാളിറ്റീസും ഒരർത്ഥത്തിൽ, അല്ലേ, ആ വസ്തുവിലുണ്ട് എന്നത് നമുക്ക് 100% സർട്ടനായിട്ട് പറയുക സാധ്യമല്ല. കാരണം ഇതും അപ്ലൈ ചെയ്യുന്നത് മനസ്സ് തന്നെയാണ്, അല്ലേ? മനസ്സിൻ്റെ നമ്മളൊരു വസ്തുവിൽ സവിശേഷമായ ഗുണങ്ങൾ ആരോപിക്കുന്നത്, അപ്പം അതിൻ്റെ നീളം എന്ന് പറയുന്ന ഗുണവും നാം അറിയുന്നത് മനസ്സിലൂടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ടോ എന്നത് സെക്കൻഡറി ക്വാളിറ്റീസിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ പ്രൈമറി ക്വാളിറ്റീസും കൃത്യമായി മനസ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നതാണ്, അല്ലെങ്കിൽ അത് നൽകുന്നത് നമ്മുടെ മാനസിക ലോകത്തിൽ നിന്നാണ് എന്നതാണ് ബെർക്കിലിയുടെ ഒരു വാദം. യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആപ്പിളിൻ്റെ ചുവന്ന കളറ്, രുചി, അതിൻ്റെ എക്സ്റ്റൻഷൻ, ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസും, എല്ലാ ക്വാളിറ്റീസിൻ്റെ എല്ലാം നമ്മൾ സെൻസറി ക്വാളിറ്റീസ് എന്ന് പറയാവുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയുന്ന ആ ഗുണങ്ങളുടെ ഒരു ബണ്ടിലാണ് യഥാർത്ഥത്തിൽ നാം കാണുന്നത്. അതിനപ്പുറം അവിടെ എസെൻസ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യനിൽ നാം മുമ്പ് അധ്യായത്തിൽ പറഞ്ഞു, ജോൺ ലോക്കെ പറഞ്ഞത് എന്താണ്, അങ്ങനെ ഒരു എസെൻസ് ഉണ്ടോ എന്ന് എസെൻസിലേക്ക് എത്താൻ നമുക്ക് എംപിരിക്കലി കഴിയില്ല എന്ന് ജോൺ ലോക്കെ പറഞ്ഞു. ഇവിടെ ബെർക്കിലി പറയുന്നത് അങ്ങനെ എംപിരിക്കലി നമുക്ക് എത്താൻ കഴിയില്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു എസെൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ എംപിരിസിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒന്ന് അവിടെ ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു എസെൻസ്, ആപ്പിളിൻ്റെ എസെൻസ് അവിടെ ഇല്ല,
മറിച്ച് നാം അറിയുന്ന ഈ സെൻസറി ഗുണങ്ങളുടെ ഒരു ബണ്ടിൽ മാത്രമാണ് യഥാർത്ഥത്തിലവിടെ ഉള്ളത്. അതിനപ്പുറം ഒരു ആപ്പിൾ എന്നൊരു എസൻസ് അവിടെ ഉണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല, സെർട്ടനിറ്റിയിൽ പറയാൻ കഴിയില്ല എന്നതാണ് ബെർക്കിലി പറയുന്നത്. ഇവിടെ ബെർക്കിലിയുടെ പ്രധാനപ്പെട്ട ഒരു വാദം ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് നാം അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിലാണ്, പുറമേ നിന്നുള്ള ഒന്നിൽ നിന്നാണ് അത് വരുന്നത് എന്നുള്ള കാര്യം നമുക്കൊരിക്കലും തെളിയിക്കാൻ കഴിയില്ല. അത് അൺസെർട്ടനാണ് എന്നതാണ് ബെർക്കിലിയുടെ വാദം. അതായത് ടു ബി ഈസ് ടു ബി പെർസീവ്ഡ് എന്നാണ് ബെർക്കിലി പറയുന്നത്. അതായത് ടു ബി ഈസ് ടു ബി പെർസീവ്ഡ്. ഒരു വസ്തു ഉണ്മയിലുണ്ട് എന്നത് അത് പെർസീവ് ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു ആപ്പിൾ ഉണ്ട് എന്നത് നാം അറിയുന്നത് നമ്മുടെ പെർസെപ്ഷനിലൂടെയാണ്. അതായത് അത് പെർസീവ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അവിടെ ഉണ്ട് എന്ന് നാം പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒരു പദാർത്ഥ വസ്തു അവിടെ ഉണ്ട് എന്ന് അറിയാൻ നമുക്ക് മറ്റൊരു മാർഗവുമില്ല. അപ്പം നമ്മുടെ അനുഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലാണ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനപ്പുറം അത് പുറമേക്കുള്ള ഒരു റിയൽ വേൾഡിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന തെളിവുകളൊന്നും, സെർട്ടനായിട്ടുള്ള യാതൊന്നും നമ്മുടെ മുമ്പിലില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഡ്യുവലിസ്റ്റ് മെറ്റാഫിസിക്സ് മുന്നോട്ട് വയ്ക്കുന്നവർ മൈൻഡ്, മാറ്റർ, ഇത് രണ്ട് കാര്യങ്ങളാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം മൈൻഡുണ്ട്, മാറ്റർ ഉണ്ടാവാം, മൈൻഡും മാറ്ററും ഉണ്ടാവാം. അപ്പം 3 തരത്തിൽ വേണമെങ്കിൽ ഇതിന് നമുക്ക് പറയാം. മൈൻഡ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം, മാറ്റർ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം, മൈൻഡും മാറ്ററും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം. ഇത് 3 സാധ്യതകളാണ് അല്ലേ. ഇതിൽ മൈൻഡും മാറ്ററും ഒരേപോലെ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് നാം മുമ്പ് പരിചയപ്പെട്ട ജോൺ ലോക്കെ, അതേപോലെ റെനെ ഡെക്കാർത്ത് മുതലായ ചിന്തകർ. ഇവിടെ ബെർക്കിലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് തെളിവുകളുണ്ട് അല്ലേ. അത് ഇപ്പം ഡെക്കാർത്ത് പറഞ്ഞത് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഐ തിങ്ക് ദെയർഫോർ ഐ ആം, അത് ഞാൻ ചിന്തിക്കുന്നു എന്നതാണ് ഞാനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനം എന്ന ഡെക്കാർത്തിൻ്റെ വാദം സ്വീകരിച്ചാൽ നമ്മുടെ ചിന്ത, നമുക്ക് പ്രാഥമികമായി നേരിട്ടറിയാവുന്ന ഒന്നാണ് നമ്മുടെ ചിന്ത എന്നുള്ളത്, നമ്മുടെ മനസ്സ് എന്നുള്ളത്. അത് നമുക്ക് ഫസ്റ്റ് ഹാൻഡായിട്ട് അറിയാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് മൈൻഡ് ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. കാരണം അത് നമുക്ക് നേർക്ക് അറിയാൻ കഴിയുന്നതാണ്. എന്നാൽ മാറ്റർ ഉണ്ടോ എന്ന ക്വസ്റ്റ്യൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ബെർക്കിലി ചെയ്യുന്നത് എന്താണ്? മൈൻഡും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷൻ സാധ്യമാണ് എന്ന് നമുക്കൊരിക്കലും തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ അദ്ദേഹം മുന്നോട്ട് വെച്ച വാദങ്ങളാണ് ആദ്യം നമ്മൾ സൂചിപ്പിച്ചത് അല്ലേ. അതായത് എങ്ങനെയാണ് അവ കോഴ്സലി ഇടപെടുക, എങ്ങനെയാണ് മനസ്സിലുള്ള ഒരാശയം റെപ്രസെൻറ്റേഷനാണ് എന്ന് അവ തമ്മിലൊരു സാമ്യവും ഇല്ലാതിരിക്കുക നമുക്ക് പറയാൻ കഴിയുക തുടങ്ങിയ വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്ന് കണ്ടു. അപ്പോൾ ആ അർത്ഥത്തിൽ മൈൻഡും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷൻ സാധ്യമല്ല, അത് സെർട്ടനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല എന്ന് വരികയാണെങ്കിൽ മാറ്റർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഉള്ളത് എന്താണ്? മൈൻഡ് മാത്രമാണ്, മാനസിക ലോകം മാത്രമാണ് പിന്നീട് ഉള്ളത് എന്നതാണ് ബെർക്കിലിയുടെ വാദത്തിൻ്റെ സംക്ഷിപ്തമായ രൂപം. അപ്പം അതിൽ നിന്ന് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആയിട്ടുള്ള മൈൻഡുകളുണ്ട്, ഇൻഫിനിറ്റ് മൈൻഡ് അഥവാ ദൈവം, ഗോഡുണ്ട് അല്ലേ. ഈ മാറ്റർ എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ല, അതാണ് അദ്ദേഹം പറയുന്നത്. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനസ്സ് മാത്രമാണ്. അപ്പോൾ ഈ ഇൻഫിനിറ്റ് മൈൻഡ് എന്ന് പറയുന്ന ഗോഡ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, ഞാനൊരു ആപ്പിളിൻ്റെ അനുഭവങ്ങൾ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കസേര കാണുന്നു, ഇവയെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം അവയെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആ അനുഭവങ്ങൾ നേരിട്ട് ഈ പറയുന്ന ഇൻഫിനിറ്റ് മൈൻഡ് എൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുകയാണ്, എൻ്റെ മനസ്സിൽ അത്തരം ആശയങ്ങളെ രൂപപ്പെടുത്തുകയാണ് എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പെർസീവ് ചെയ്യുന്നത് അല്ലേ. ഇത് കോർഡിനേറ്റഡ് ആയിട്ട്, സൈമൾട്ടേനിയസ് ആയിട്ടാണ് ദൈവം എല്ലാവരുടെയും മനസ്സിൽ ഈ ആശയങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞാനൊരു കസേര കാണുന്നു, നിങ്ങളും ഒരു കസേര കാണുന്നു, നമ്മൾ ഒരുമിച്ച് ഒരു കസേര കാണുന്നു എന്നത് ആ കസേര ഭൗതികമായി ഉണ്ട് എന്നതല്ല, മറിച്ച് ഇൻഫിനിറ്റ് മൈൻഡ് ആയിട്ടുള്ള ഗോഡ് എല്ലാവരുടെയും മനസ്സിൽ, എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആ കസേരയുടെ സെൻസറി ക്വാളിറ്റീസിനെ നിക്ഷേപിക്കുകയാണ്, സൃഷ്ടിക്കുകയാണ്. അതാണ് കസേര എന്നുള്ള ആശയം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം
നാം അനുഭവിക്കുന്നതെല്ലാം എന്താണ്? നമ്മുടെ അനുഭവമാണ്, പദാർത്ഥത്തെയല്ല. നമുക്കൊരിക്കലും നാം അനുഭവിക്കുന്ന പദാർത്ഥത്തെയാണ് എന്ന് തെളിയിക്കുക പൂർണ്ണമായിട്ടും യുക്തിപരമായോ നമ്മൾ ഈ പറയുന്ന എംപിരിക്കലോ റാഷണലോ ആയിട്ടുള്ള നമ്മുടെ രീതി ഉപയോഗിച്ചോ നമുക്കൊരിക്കലും തെളിയിക്കുക സാധ്യമല്ല. നാം അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ അനുഭവങ്ങൾ മാത്രമാണ്. ആ അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ ദൈവം, ഇൻഫിനിറ്റ് മൈൻഡ് നമ്മുടെ മനസ്സിൽ കോർഡിനേറ്റഡ് ആയിട്ടും സൈമിൾട്ടേനിയസ് ആയിട്ടും, അതായത് ഒരേ സമയവും സൃഷ്ടിക്കുന്നതായിരിക്കാം. ഇപ്പം ഇവിടെയാണ് നാം നേരത്തെ ആദ്യം പറഞ്ഞ തത്വചിന്തകൻ മുന്നോട്ട് വെച്ച വിമർശനങ്ങളൊന്നും യഥാർത്ഥത്തിൽ വിലപ്പോവാതിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അദ്ദേഹം നാം സൂചിപ്പിച്ചു, തൻ്റെ പ്രസംഗപീഠത്തിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ തട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നു, ഇത് മാത്രം മതി എനിക്ക് ബെർക്കിലി പറഞ്ഞ വാദങ്ങൾ തെറ്റായിരുന്നു എന്ന് തെളിയിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല, കാരണം അതത്ര സിമ്പിളും അല്ല. കാരണം ബെർക്കിലിയുടെ വാദം എന്താണ്? നാം ഒരു പ്രസംഗപീഠത്തിൽ തട്ടുമ്പോൾ, അല്ലേ, അപ്പോൾ കേൾക്കുന്ന ശബ്ദമാവട്ടെ, തട്ടുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവമാവട്ടെ, ഈ സെൻസറി ക്വാളിറ്റീസ് എല്ലാം തന്നെ ഇൻഫിനിറ്റ് മൈൻഡ് കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എൻ്റെയും നിങ്ങളുടെയും കാണികളുടെയും പ്രാസംഗികൻ്റെയും എല്ലാം മനസ്സിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് ബെർക്കിലി വാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തട്ടുമ്പോൾ ശബ്ദം കേൾക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഭൗതിക പദാർത്ഥമുണ്ട് എന്നതിന് തെളിവാകുന്നില്ല. അത് പലതരം സെൻസറി ആയിട്ടുള്ള ഗുണങ്ങൾ കോർഡിനേറ്റഡ് ആയിട്ട് ഏതോ ഒരു ഇൻഫിനിറ്റ് മൈൻഡ് നമ്മുടെ മനസ്സുകളിൽ കോസ് ചെയ്യുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ എന്ന് ഒരുപക്ഷെ ബെർക്കിലി മറുപടി പറയും. അപ്പോൾ അത് ആ ഒരു വാദം, അപ്പോൾ സിമ്പിളായൊരു ആ ഒരു വാദം കൊണ്ട് ബെർക്കിലിയുടെ ആശയത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല, വിമർശിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പൊതുവിൽ ഞാൻ പറഞ്ഞു, ഡ്യുവലിസ്റ്റുകൾക്ക് ഒന്ന് ഡയറക്റ്റ് റിയലിസം കൊണ്ട്, അതായത് രണ്ട് രീതിയിലാണ് ഡ്യുവലിസ്റ്റുകൾ പൊതുവിൽ ഇതിനേക്ക് ഈ ഒരു മൈൻഡ് മാറ്റർ ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷനെ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന് ഡയറക്റ്റ് റിയലിസം, അതായത് പുറത്ത് നിൽക്കുന്ന ഒരു വസ്തുവിൻ്റെ ഫോമിനെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. രണ്ട്, റെപ്രസെൻറ്റേഷനിസം, പുറത്തുള്ള ഒരു വസ്തുവിനെ, ഒരു കസേരയാവട്ടെ, ആപ്പിളാവട്ടെ, മൊബൈലാവട്ടെ, ഇതിൻ്റെ രൂപത്തെ, ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനെ നമുക്ക് മാനസികമായ ഇമേജായിട്ട് കാണാൻ കഴിയുമെന്ന അർത്ഥത്തിലാണ് അവർ ഇതിനെ വിലയിരുത്തിയത്. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളെയും ബെർക്കിലി വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വാദം യഥാർത്ഥത്തിൽ വളരെ അഗാധമാണ്. വളരെ വലിയ രീതിയിൽ ഐഡിയലിസത്തിന് അനുകൂലമായിട്ടുള്ള നിരവധി ശക്തമായ വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ഇന്ന് പക്ഷേ ബെർക്കിലിയൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തത്വചിന്തകനോ ബെർക്കിലിയുടെ ഈ ഒരു ആശയവാദത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും തത്വചിന്തകരെയോ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ബെർക്കിലിയുടെ ഈ ഒരു തത്വചിന്ത എങ്ങനെയാണ് ആധുനിക തത്വചിന്തയെ സ്വാധീനിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ജോൺ ലോക്കയെ പോലുള്ള റെനെ ഡെക്കാർത്തിനെ പോലെയുള്ളവർ മുന്നോട്ട് വെച്ച ഡ്യുവലിസ്റ്റ് മെറ്റാഫിസിക്സിനെ, അല്ലേ, അതിൻ്റെ ഒരു ഇൻകൺസിസ്റ്റൻസീസ്, ഇൻകൊഹറൻസ്, അതിൻ്റെ ഒരു ലിമിറ്റ്സ്, അല്ലേ, റെനെ ഡെക്കാർത്തും ജോൺ ലോക്കയും പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ഡ്യുവലിസ്റ്റ് മെറ്റാഫിസിക്സിൻ്റെ ഒരു പരിമിതി, അല്ലെ, അതിൻ്റെ ഒരു ലിമിറ്റ്സ്, അതിൻ്റെ ഒരു ഇൻകൊഹറൻസ് ഒക്കെ വെളിപ്പെടാൻ വലിയ രീതിയിൽ ബെർക്കിലിയുടെ തത്വചിന്ത സഹായിച്ചു എന്ന് നമുക്ക് കാണാം. പിന്നീട് അതിനപ്പുറം ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്യൻ തത്വചിന്തയിലുണ്ടായ, ആധുനിക തത്വചിന്തയിലുണ്ടായ ജർമ്മൻ ഐഡിയലിസം എന്ന വലിയൊരു തത്വചിന്താ ശാഖയ്ക്ക് ഒരർത്ഥത്തിൽ വലിയ സംഭാവനയും ബെർക്കിലിയുടെ പല ആശയങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഏതായാലും ബെർക്കിലിയെക്കുറിച്ചുള്ള നമ്മുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ബെർക്കിലി മുന്നോട്ട് വെച്ച ഈ ഒരു ഐഡിയലിസം എന്നൊരു ആശയത്തെ, അല്ലേ, ഈ ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ, പദാർത്ഥ ലോകമില്ല, മാനസിക ലോകം മാത്രമേ ഉള്ളൂ എന്നൊരാശയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊരു സാധ്യതയാണോ? ബെർക്കിലി മുന്നോട്ട് വെച്ച വാദങ്ങളെ നമുക്ക് നിരസിക്കാൻ കഴിയുന്നതാണോ? തുടങ്ങിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ചിന്തകനുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.